PM ശ്രീയെ ചൊല്ലി LDF-ലുണ്ടായ അസാധാരണ പൊട്ടിത്തെറിക്കിടെയാണ് അനുനയ നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രി CPI ആസ്ഥാനത്തെത്തിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായും മന്ത്രി GR അനിലുമായും നടത്തിയ ചർച്ചയിൽ സമവായമായില്ല. PM ശ്രീയിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യം ബിനോയ് വിശ്വം ഉന്നയിച്ചു. എന്നാൽ അത് അംഗീകരിക്കാൻ CPM-ഉം ഒരുക്കമല്ല. ഞാൻ ബിനോയ് വിശ്വ സഹാബിനെ കാണാൻ വന്നു. GR അനിൽ മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും തീരും. CPIക്കുള്ള എതിർപ്പ് എത്രത്തോളമെന്ന് മന്ത്രി GR അനിലിന്റെ വാക്കുകളിലുണ്ട്. പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റും. ഇനിയും കണ്ടല്ലേ പറ്റൂ. അത് കണ്ടു. നമ്മുടെ നിലപാടിൽ മാറ്റം വരുന്ന കാര്യം. പദ്ധതി തിടുക്കപ്പെട്ട് ഒപ്പിട്ടതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് ബിനോയ് വിശ്വം ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് കത്ത് നൽകിയിരുന്നു. പിന്നാലെ ഇരു പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാരും പ്രശ്നപരിഹാരത്തിനായി കൂടിക്കാഴ്ച നടത്തി. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എതിർപ്പ് ഇരുവരും പരസ്യമാക്കിയെങ്കിലും PM ശ്രീ പദ്ധതിയിലെ കുരുക്കഴിക്കാൻ ആയിട്ടില്ല. We are hopeful. Our two parties will discuss and will try to find a solution. കരാറിൽ നിന്ന് പിന്മാറണമെന്ന CPIയുടെ നിലപാടിനെ തള്ളുകയാണ് CPM ജനറൽ സെക്രട്ടറി. ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. 27-ന് ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവിന് ശേഷം വിഷയത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കാനാണ് CPI തീരുമാനം. മന്ത്രിമാരായ K രാജനും P പ്രസാദും വിഷയത്തെക്കുറിച്ച് സമഗ്രമായി യോഗത്തിൽ അറിയിക്കും. മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്നതോടെ കൂടുതൽ ചർച്ചയ്ക്കും വഴി തുറക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.